ഞങ്ങളങ്ങനെ നിലപാടെന്ന് പുറകോട്ട് പോയിട്ടില്ലല്ലോ. PM ശ്രീയോടുള്ള UDFന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു. അപ്പൊ അത് ഇനി എങ്ങനെ അതിന്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി. അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം എന്താ പറയാ നിർത്തിവെക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കരാറിന്റെ ഭാവി എന്താണ്? ഏകപക്ഷീയമായ അതിലൊരു കക്ഷിക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഞാനത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ച് UDFൽ ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഞങ്ങളിതുമായി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും. അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപാട് പദ്ധതികൾ കേന്ദ്രവും സംസ്ഥാനത്തിന്റെ ഒരുപാട് പദ്ധതികളാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുകയും പോഷൻ സമയത്ത് തീർക്കാൻ കഴിയാത്ത അവസ്ഥ, കുട്ടികൾക്ക് പഠിക്കാൻ അധ്യാപകർ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് അധ്യാപകർക്ക് വർക്ക് ലോഡാണെന്നോ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. ഫണ്ടുകൾ കൊടുക്കുന്നത് ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി പല പദ്ധതികളും കുട്ടികളെ ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുന്ന പ്രദർശനങ്ങൾ, മറ്റു കാര്യങ്ങൾ, എക്സിബിഷനുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നതോടുകൂടി സമയബന്ധിതമായി പോർഷൻ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം അധ്യാപകർക്കും പഠിക്കാൻ കഴിയാത്ത സാഹചര്യം കുട്ടികൾക്കുണ്ടെന്ന് പരാതി. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം പഠനം എന്ന് പറയുന്നത് കേവലം നമ്മൾ പാഠപുസ്തകങ്ങളും പരീക്ഷയും മാത്രമല്ലല്ലോ. മറ്റ് വിധത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാനാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ അത് പാടെ അവഗണിച്ച് പോകാൻ കഴിയില്ല. ഇത് രണ്ടും ക്രമീകരിച്ച് രണ്ടിനും നമുക്ക് സമയം ഉണ്ടാകണം. ഇപ്പൊ NCCയും NSSും സ്റ്റുഡൻസ് പോലീസും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് അതിന്റെ അതുകൊണ്ടുള്ള ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. കുട്ടികൾ, നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, ഒരു ക്ലാസ് റൂമിലേക്ക് വരുന്നത് ആ പാഠപുസ്തകം വായിച്ച് അതിൽ നിന്നുള്ള അറിവും അത് പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്കും പാസ്സായാലും മാത്രമല്ല, ഈ കൂടിച്ചേരലുകളിലൂടെ ഉണ്ടാകേണ്ട ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം. അതിനുവേണ്ടിയാണ് അത്തരം പദ്ധതികൾ വന്നത്. അപ്പോൾ ആ പദ്ധതികളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അതിൽ ഈ സമയത്തിന്റെ പ്രശ്നം, ഇത് വർക്ക് ലോഡായി വരുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ക്രമീകരിക്കാം, അല്ലാതെ അത് പാടെ നിരാകരിക്കാൻ കഴിയില്ല. അപ്പോൾ NSS ക്യാമ്പ് നടത്തി കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടാണ് അവർ ഒരു അസൈൻമെന്റ് ഏറ്റെടുക്കുന്നത്. ഒരു പ്രദേശത്തെ എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് സർവേ നടത്താൻ, എന്നിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ NSS ക്യാമ്പിലൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസായി കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് അവരിൽ കാണുന്ന ഒരു പ്രത്യേക അച്ചടക്കവും അതുപോലുള്ള നല്ല ഊർജ്ജസ്വലതയും കായികക്ഷമതയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ഈ പാടെ വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.